പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ സാബു മേൻ നിൽക്കുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. പക്ഷെ സാബുവിനെ അവിടെ നിൽക്കുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല. കൂടുതൽ അവിടുത്തെ പുറത്തു വന്ന മത്സരാർത്ഥികൾക്കും ഉള്ളിലുള്ള മത്സരാർത്ഥികൾക്കും ഈ സാബു മേൻ എങ്ങനെ ഇതിനുള്ളിൽ നിൽക്കുന്നു, എന്തുകൊണ്ടാണ് സാബു മേൻ ഈ വോട്ട് കിട്ടുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ സാബുമാനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. സാബുമേൻ നിൽക്കുന്നത്, സാബുമേൻ നമ്മുടെ ഡോക്ടർ റോബിൻ്റെ കസിനാണ്, ഫാമിലി ഫ്രണ്ടാണ്, ഒരുപാട് അടുത്ത കൂട്ടുകാരാണ് അവർ. അപ്പോൾ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നവരും സാബുവിനെ അറിയുന്നവരും ഒരുപാട് വോട്ടുകൾ അവൻ ആ വഴിക്ക് വരുന്നുണ്ട്. അത് റോബിൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞില്ല. സാബുമേൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് റോബിനായിട്ടുള്ള ബന്ധമൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സാബുമേൻ ഇങ്ങനെ ഒരു ബന്ധത്തിൻ്റെ മുകളിലാണ് ഇത്രയും നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് സാബുമേന് ഒരു പരുക്കും ഇല്ലാണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നത്. ആരും ഉപദ്രവിക്കാൻ പോകാത്ത ഒരു ക്യാരക്ടറാണ് സാബുമേൻ. പോയാലും നമുക്ക് സാബുമേന് ഓർമ്മയുണ്ടാവും. അവൻ്റെ ആ വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാത്തത്, തെറ്റുകൾ ചൂണ്ടി കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അത് എന്തായാലും അവിടെ ഉണ്ടാവും. സാബുമേൻ നിൽക്കണത് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കണത് പെട്ടി ടാസ്ക് വരുന്നവർ ആ ലക്ഷങ്ങളും കൊണ്ട് പോരാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിലും കൂടിയാണ് മൂപ്പർ അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ സാബുമേൻ ഈ നിലയ്ക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ കൂടാരം പൊളിച്ചാലും ആളവിടെ ഉണ്ടാവും. അതാണ് ഇപ്പോൾ സാബുമേൻ്റെ സ്ഥിതി. സാബുമേൻ ഒന്നും ചെയ്തിട്ടുമല്ല, ഒന്നും കളിച്ചിട്ടുമല്ല, ആരും നെഞ്ഞത്ത് കയറിയിട്ടല്ല, ആരും തെറി വിളിച്ചിട്ടല്ല, ആരോടും വലിയ വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടല്ല. സാബുമേൻ അവിടെ നടക്കുന്നത് വെറുതെ നമ്മുടെ ഒരാൾക്കും ശല്യമില്ലാത്ത രീതിയിൽ ഒതുങ്ങി പോകും. എപ്പോഴെങ്കിലും സാബുമേൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുന്നത് എപ്പോഴാണ്? അത് വല്ല മോർണിംഗ് ടാസ്കിലോ അല്ലെങ്കിൽ നോമിനേഷനിലോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലോ മാത്രമാണ് അവർ അക്ഷരം വേണ്ടുള്ളൂ. അല്ലാണ്ട് അവൻ്റെ വായെന്ന് കമ്മ ശിവ എന്ന് വരില്ല. അപ്പോൾ ബിഗ് ബോസ് ഷോ പൊളിച്ചു പോകുന്നവരെ സാബുമേൻ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ഇനിയിപ്പോൾ ഈ ആഴ്ച ആട്ടാവോ അടുത്ത ആഴ്ച ആവട്ടോ നമുക്കറിയില്ല. എന്നാലും നമ്മളൊരു കോമഡി പോലെ പറയണത്, ഈ ബിഗ് ബോസ് ഷോ പൊളിച്ചു പോയാലും സാബുമേൻ അവിടെ ഒരു കസാരയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.